സന്തോഷം നിങ്ങളുമായി പങ്കുവെക്കുവാനാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ദൈവത്തിൻ്റെ കൃപയാൽ ക്രിസ്മസ് സന്ദേശവുമായി കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷത്തോടെ ഞങ്ങൾ വീടുകളിലേക്ക് കടന്നു പോകുന്നു. അതിൻ്റെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ കുഞ്ഞു കുട്ടികൾ മുതൽ വലിയവർ വരെ എല്ലാവരും ഒരുമിച്ചാണ് ഈ ഒരു ക്രിസ്മസ് സന്ദേശത്തോട് കൂടെ ചേർന്ന് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷത്തെ പറയുവാൻ വേണ്ടി ഞങ്ങൾ ടീമായി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. തുടർന്ന് ആ സുവിശേഷം പറയുന്ന വീഡിയോ നമുക്ക് കാണാം. പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. അന്നത്തെ ദൂതന്മാർ ഇപ്രകാരം പറയുവാനിടയായിരുന്നു: സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനം എന്ന് പറയുന്നത് നമ്മൾ ആഘോഷിക്കുന്ന പോലെ കർത്താവായ യേശു ക്രിസ്തു 2024 വർഷങ്ങൾക്ക് മുമ്പേ ഉണ്ണീശോയായി പിറന്നെങ്കിലും ഇന്നും പലരുടെ ഹൃദയങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തു ഉണ്ണിയായി തന്നെ ഇരിക്കുകയാണ്. എന്നാൽ പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തു ജനിച്ചത് ബേത്ലഹേമിലെ ഒരു തെരുവിലായിരുന്നു. കർത്താവായ യേശു ക്രിസ്തുവിനെ അന്ന് കിടത്തുവാൻ ഇടമില്ലാത്തത് കൊണ്ട് ഒരു പുൽത്തൊട്ടിയിൽ കിടത്തിയെന്ന് നമ്മൾ വായിക്കുന്നു. വിശുദ്ധ ബൈബിളിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്: കർത്താവായ യേശു ക്രിസ്തുവിനെ വലിയമ്പലത്തിൽ കിടത്തുവാൻ സ്ഥലമില്ലായിരുന്നു, തെരുവിൽ കിടത്തുവാൻ സ്ഥലമില്ലായിരുന്നു, വീടുകളിൽ സ്ഥലമില്ലായിരുന്നു. പല സ്ഥലത്തും യോസേഫും മറിയയും കുഞ്ഞിനെ പ്രസവിക്കുവാൻ സ്ഥലം അന്വേഷിച്ചിട്ടും കണ്ടെത്തുവാൻ ഇടയായില്ല. കർത്താവായ യേശു ക്രിസ്തുവിനെ അങ്ങനെ ഒരു പുൽത്തൊട്ടിയിൽ കിടത്തുവാനിടയായി. അന്ന് ദൂതന്മാർ, ഇടയന്മാർ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നപ്പോൾ സ്വർഗീയ ദൂതന്മാർ അവർക്ക് പ്രത്യക്ഷനായി പറഞ്ഞു: അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനമെന്ന്. പ്രിയമുള്ളവരെ, നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രസാദം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സമാധാനം ഉണ്ടാകുകയുള്ളൂ. നമുക്ക് ഈ ലോകത്തിൽ പലതരത്തിലുള്ള സമാധാനം കണ്ടെത്തുവാൻ കഴിയും. എന്നാൽ അത് അല്പനേരത്തേക്ക് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഇവിടെ പ്രഘോഷിക്കുന്ന ഇതുപോലെ എല്ലാ വീടുകളിലും കയറിയിറങ്ങി കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രചരിപ്പിക്കുന്നത് ഞങ്ങൾ അനുഭവിക്കുന്ന സന്തോഷം നിങ്ങളുമായി പങ്കുവെക്കുവാനാണ്. ഞങ്ങൾ ഇതുപോലെ പാപത്തിന്റെ പടുകുഴിയിൽ കിടന്നവരും അതുപോലെ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് ജീവിതം നശിച്ചവരും എല്ലാമായിരുന്നു. എന്നാൽ ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുവാനും ഞങ്ങളുടെ ഹൃദയത്തിൽ കർത്താവായ യേശു ക്രിസ്തു ജനിച്ചപ്പോഴാണ് സന്തോഷവും സമാധാനവും ലഭിക്കുവാനായി തീർന്നത്. ഈ ലോകത്തിൽ ക്രിസ്മസ് ആഘോഷിക്കുന്നുണ്ട്, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനം ആഘോഷിക്കുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം, കർത്താവായ യേശു ക്രിസ്തു മനുഷ്യരുടെ ഹൃദയങ്ങളിലാണ് ജനിക്കേണ്ടത്. പാപത്തിന് പരിഹാരം വരുത്തുവാൻ കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രമേ കഴിയുള്ളൂ. യേശുവിന്റെ ജനനം പാപമില്ലാത്തതായിരുന്നു, യേശുവിന്റെ ജീവിതം പാപമില്ലാത്തതായിരുന്നു. കർത്താവായ യേശു ക്രിസ്തു ജനിക്കുകയും ജീവിക്കുകയും പാപികളായിരുന്ന നമുക്ക് വേണ്ടി മരിക്കുകയും യേശു ക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. ആ യേശു ക്രിസ്തുവിനെയാണ് ഞങ്ങൾ ഈ രാത്രിയിൽ ഇവിടെ പ്രഘോഷിക്കുന്നത്. അതുകൊണ്ട് പാപത്തിന്റെ മോചനം തരുവാൻ, നമുക്ക് സമാധാനവും സന്തോഷവും തരുവാൻ ഈ യേശു ക്രിസ്തുവിന് മാത്രമേ കഴിയുള്ളൂ. വിശുദ്ധ ബൈബിളിൽ ഇപ്രകാരം ഒരു വചനം പറയുന്നു: ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ
നമ്മുടെ ആത്മാവിന്റെ രക്ഷയ്ക്ക് നൽകുന്ന ഒരേ ഒരു നാമം, അത് ഞങ്ങൾ ഇവിടെ പ്രഘോഷിക്കുന്ന യേശുക്രിസ്തുവിന്റെ നാമം എന്ന് പറഞ്ഞുകൊണ്ട് ആ കർത്താവായ യേശുക്രിസ്തുവിനെ നിങ്ങൾ ഹൃദയത്തിൽ സ്വീകരിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ യാത്ര തുടരുന്നു. ദൈവം നിങ്ങളെ ഏവരെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, കർത്താവ് ഈ രാത്രി സമയത്ത് അങ്ങയുടെ നാമങ്ങളുടെ ഉയർത്തുമ്പോൾ കർത്താവിന്റെ നാമം മാത്രം ഉയർത്തപ്പെടുവാൻ സ്വർഗ്ഗമിളിയാക്കണം. കർത്താവേ, കർത്താവായ യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിപ്പാൻ പാപമോചനം നൽകുന്ന, സമാധാനം നൽകുന്ന, രോഗത്തിന് ആശ്വാസം നൽകുന്ന, വിടുതൽ നൽകിയിരിക്കാൻ ദൈവം ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബ ജീവിതം അനുഗ്രഹിക്കണം, തലമുറകളെ അനുഗ്രഹിക്കണം, അവരുടെ വിദ്യാഭ്യാസത്തെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ തൊഴിൽ മേഖലകളെ കർത്താവായ യേശുക്രിസ്തു അനുഗ്രഹിക്കണം. പിതാവായ പുത്രനെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. കണ്ണും കണ്ണും കാത്തിരുന്നു മഞ്ഞുകൾ കൈകളിലാ കാലോട് കാലോട് കേട്ടിരുന്നു ദൈവപുത്രൻ ഓടിയ ദൈവത്തിന്റെ അതിപരിശുദ്ധമായ മാറ്റപ്പെടുമാറാകട്ടെ. അങ്ങനെ ക്രിസ്മസിന്റെ ഒരു പ്രോഗ്രാമിനോട് ചേർന്ന് ഞങ്ങൾ ഈ ദേശമെമ്പാടും കടന്നുപോയി കർത്താവിന്റെ സുവിശേഷം വിതയ്ക്കുവാനും അനേകരെടുത്ത് സമാധാന സന്ദേശം പറയുവാനെല്ലാം സ്വർഗത്തിൽ സഹായിച്ചു. അതിനുശേഷം ഞങ്ങൾ ആ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് ഇന്ന് ഞങ്ങളുടെ വീട്ടുകളിലേക്ക് മടങ്ങി പോവുകയാണ്. ഓക്കെ, ഗോഡ് ബ്ലെസ് യു.